അടുത്ത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കാണാം അല്ലെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു പിങ്ക് ആണ്. അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നതുമല്ല, എന്നാൽ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞു പോകുന്ന രീതിയിലുള്ള കളറല്ല. നമ്മുടെ പക്ക നമ്മുടെ റോസാപ്പൂവിന്റെ ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന റോസാപ്പൂവിന്റെ പക്ക പിങ്കിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു റെഡിഷ് ടോൺ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയല്ല, പ്രോപ്പർ പിങ്കിലാണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഈ ഒരു രീതിയിൽ തന്നെയാണ്, ഡിസൈനിലൊന്നും ഒരു വ്യത്യാസമില്ല. ആകെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവിടെ നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് വരുന്നത്. സാരി ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇതിങ്ങനെ ഈ പല്ലു പിടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മടങ്ങി പോകും അല്ലെ. പക്ഷെ ഇത് മടങ്ങിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ബോർഡർ തന്നെയാണ് വരുന്നത്. അപ്പൊ മടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിപ്പോ മടങ്ങിയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഇതിന്റെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ബോർഡർ മടങ്ങിയാലും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു സാരിയുടെ ഒരു ഇത് വരുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെയുള്ള രീതിയിലുള്ള സാരിയാണ്. 6 മീറ്ററിലാണ് വരുന്നത്. 1 മീറ്ററാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ രീതിയിലാണ് ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല അല്ലേ. ഇതാ ഈ രീതിയിലാണ് വരുന്നത് ബ്ലൗസ് പീസ്. അപ്പോൾ വേണ്ടുന്ന ആൾക്കാർ ഓടി വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും.